വേറൊരു പ്രത്യേകതയുണ്ട്. എലി അതിന് നടന്നു പോവാൻ ഒരു ട്രാക്ക് വരച്ചിട്ടാൽ അത് അതിലേക്കൂടെ പോവില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കുറച്ചു നേരം വീണ്ടും അവിടെ നിന്ന് വീണ്ടും കുറെ ഓടി വീണ്ടും അവിടെ നിന്ന് അങ്ങനെ എലി സഞ്ചരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിന്റെ ഒരു പ്രതീകമാണ്. മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റൂല. കുമാരനാശാന്റെ വരികളാണ്. കരുതുപതിക ചെയ്യവയ്യ. നമ്മൾ കരുതുന്നത് ചെയ്യാനാവുന്നില്ല. ചെയ്യാൻ വലുത് ലഭിച്ചതിൽ നിന്നിടാ വിചാരം. ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ല. പരമഹിതം അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും ഇഷ്ടമെന്ത് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ആയുസ്ഥിരതയുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയായി ഒപ്പിച്ചുകൊണ്ട് വരുമ്പോ സമയം അങ്ങ് കഴിഞ്ഞു പോകും. അതിനിന്ദ്യം ഈ നരത്വം. ഈ നരത്വം, ഈ ജീവിതം നിന്ദ്യമാണ് എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. അത് മനസ്സിന്റെ ചില പ്രത്യേകതകളാണ് അതിന് കാരണം. മനസ്സിനെ, മൂഷികന്റെ ഈ ദുസ്വഭാവത്തെ, ഒരിടത്ത് ഉറച്ചു നിൽക്കാത്ത ഈ ദുസ്വഭാവത്തെ ഒന്ന് നിയന്ത്രിച്ച് സ്വാധീനമാക്കിയാൽ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധിക്കും. തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ത്? ഭഗവാന്റെ വാഹനമായ എലി. നമ്മൾ കൈലാസത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ എലിയെ കണ്ടാൽ ശിവഭഗവാന്റെ കഴുത്തിലിരിക്കുന്ന വാസുകി പിടിച്ചു തിന്നും. ഈ പാമ്പിനെ കണ്ടാൽ മയില് പാമ്പിന്റെ ശത്രുവാണ്, അതിനെ കൊത്തിക്കീറും. പിന്നെയോ കൊഴുത്തുരുണ്ട കാളയെ കണ്ടാൽ സിംഹം കടിച്ചു തിന്നും. കൈലാസത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ കൈലാസം എന്ന കുടുംബ സങ്കല്പത്തിൽ ഈ എലിയും പാമ്പും മയിലും കാളയും സിംഹവും ഒക്കെ അടങ്ങി ഒതുങ്ങി വളരെ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്നു. നമ്മളിവിടെ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ സംസ്കാരത്തിലെ വിവിധ മതങ്ങളെ കുറിച്ചാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിഷവിത്താണ് മതം. പള്ളുരുത്തിയിൽ ഒരു ഹിജാബ് വന്നപ്പോ ഇവിടുത്തെ ഹിന്ദു വർഗീയതയും ഇസ്ലാമികതയിലുള്ള വർഗീയവാദികളും, ഇസ്ലാം വർഗീയമല്ലേ, ഹിന്ദു വർഗീയമല്ലേ, ക്രിസ്ത്യാനിറ്റിയിലുള്ള ചില വർഗീയവാദികളും ക്രിസ്ത്യൻ വർഗീയതയല്ലേ, ഇതെല്ലാം ഇതിനകത്ത് ഉള്ള ചില ദുഷിച്ച ആൾക്കാരെല്ലാം കൂടി ഇന്ന് പുറത്തിറങ്ങി. ഈ മാളത്തിൽ നിന്ന് പാമ്പിറങ്ങൂലേ, പാമ്പിറങ്ങുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റുകയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. അമ്മമാരെക്കാൾ അച്ഛന്മാരെക്കാൾ കൂടുതൽ. ഇവരിലൊക്കെ ഈ വിഷവിത്തുകൾ വിതച്ചു കൊടുക്കുമ്പോൾ പുതിയ തലമുറയിൽ ഈ ജാതിയും മതവും വർണ്ണവും വർഗവും അവരവരുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങെടുക്കാറില്ല. എന്നാൽ പുതിയ സമൂഹത്തിൽ പോലും, പുതിയ തലമുറകളിൽ പോലും ഇന്ന് വർഗീയതയുടെ വിഷവിത്തുകൾ പകർന്നു കൊടുക്കാൻ പലരും വെമ്പൽ കൊള്ളുകയാണ്. പണ്ടും വിഭാഗീയതയുണ്ടായിരുന്നു, പക്ഷേ ഇത്ര കണ്ട് ക്രൂരമായിരുന്നില്ല, ഇത്ര കണ്ട് കടുപ്പമുള്ളതായിരുന്നില്ല. ഒരുത്തൻ മറ്റൊരുത്തനെ കൊല്ലുന്ന തരത്തിലേക്ക്, ഒരുത്തൻ മറ്റൊരുത്തന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം മറ്റൊരു സംവിധാനത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്കായിരുന്നില്ല വിഭാഗീയത. ഓരോരുത്തരും അവരവരുടേതായ വിധത്തിൽ അങ്ങ് പോവുമായിരുന്നു. ഹൈന്ദവ സംസ്കാരമാണ്, ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാം മതവിശ്വാസികളെ ഹാർദമായി സ്വീകരിച്ചത്. ആണോ അല്ലയോ? ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളാണ് ക്രിസ്തു മതവിശ്വാസികളെ ഹാർദമായി സ്വീകരിച്ചത്.
ഇവിടുത്തെ സംസ്കൃത ഗ്രന്ഥങ്ങൾ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷകളിലേക്കായി അറിവിനെ പ്രചരിപ്പിച്ച് പുതിയത് കണ്ടുപിടിച്ചപ്പോ, പുതിയത് കണ്ടെത്തിയപ്പോൾ അവർ പുതിയ വിദ്യാഭ്യാസം ഇവിടെ പടർത്തി. അല്ലേ? ശരിയാണോ അല്ലയോ? നമ്മൾ എന്നിട്ടും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചില്ലേ? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്കിനെ ഇന്നും അന്നും നമ്മൾ ഒരുപോലെ ഉയർത്തി കാണിക്കുന്നു. പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെയുള്ള അഭിവാഞ്ച പണ്ട് മുതലേ നമുക്കുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ടോ അതൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണ്ടേ? ശൈവരെന്നും വൈഷ്ണവരെന്നും ശാക്തേയരെന്നും ഒക്കെ തരംതിരിച്ചിരുന്നപ്പോ ശൈവരും ശാക്തേയരും തമ്മിൽ ഒരുമിച്ച് ചേർന്നു. ശിവനും പാർവതിയും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോ അർദ്ധനാരീശ്വരനായി. വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയും തമ്മിൽ ഒരുമിച്ച് ചേർത്തപ്പോൾ ലക്ഷ്മി നാരായണനായി. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെയും അറിവിന്റെ ദേവതയായ കലയുടെ, പ്രത്യേകിച്ചും സംഗീതത്തിന്റെ സാഹിത്യത്തിന്റെ ദേവതയായ സരസ്വതി ദേവിയെ കൂടി നമ്മൾ ഒരുമിച്ച് ചേർന്നു. ഏതൊന്നിന്റെയും സൃഷ്ടിക്ക് എന്താവശ്യമാണ്? അറിവ് ആവശ്യമാണ്. അറിവിലൂടെയാണ് പുതിയ ആശയങ്ങൾ ഉണ്ടാവുന്നത്. ഐഡിയക്കാരുടെ പരസ്യം പോലും ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. ആശയങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സിംഹവിക്കാനാണെങ്കിലും അവർ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. ആശയങ്ങൾക്ക് മാത്രമേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് തിരിച്ചറിയണം. അതിനെ ആരെയൊക്കെ ഉൾക്കൊള്ളാമോ അവരെയൊക്കെ ഉൾക്കൊള്ളണം. വിഷ്ണു ഭഗവാൻ ശിവഭഗവാനെ ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു. ശൈവരെന്നും വൈഷ്ണവരെന്നും ഒക്കെ തമ്മിൽ ബഹളം കൂട്ടുമ്പോഴും വിഷ്ണു ഭഗവാൻ ശിവഭഗവാനെ ബഹുമാനിച്ചിരുന്നു. നിത്യേന 1000 പുഷ്പങ്ങൾ ശേഖരിച്ച്, അതും താമരദളങ്ങൾ ശേഖരിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചന നടത്തുമായിരുന്നു. ഓം സ്ഥിര സ്ഥാണു പ്രഭുർ ഭീമ പ്രവരോ വരദോ വര എന്നാണ് ശിവസഹസ്രനാമം തുടങ്ങുന്നത്. ഇങ്ങനെ ഓരോ മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുമായിരുന്നു. ഒരിക്കൽ ശിവഭഗവാന് തോന്നി, ഇങ്ങനെ ഈ ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? എനിക്കറിയാം ആത്മാർത്ഥത ഉണ്ടെന്ന്, എന്നാൽ ഇത് മറ്റുള്ളവരും കൂടെ ഒന്ന് തിരിച്ചറിയണം. വെറുതെ പുകഴ്ത്തുകയാണോ? ഇതറിയണ്ടേ? ചില ആൾക്കാര് ഈ രാഷ്ട്രീയപരമായ ആൾക്കാരെ പുകഴ്ത്തൂലേ? അല്ലെ, ആ കക്ഷിയാണ് ഏറ്റവും വലുത്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിച്ചു കഴിഞ്ഞാൽ അടുത്തവനെ പിടിക്കും, അവൻ്റെതാണ് അടുത്തത് സാധിക്കാനുള്ളത്. ഇതറിയണ്ടേ? അങ്ങനെ ഒരു ദിവസം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. 999 പുഷ്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തി. 999ാമത്തെ നാമം ഓം ശ്രീവർദ്ധനായ നമഃ എന്നാണ്. ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവനായ ശിവഭഗവാൻ എന്റെ വിനീതമായ നമസ്കാരം. 1000 നാമം അത് ഓം ജഗതേ നമഃ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം. ഈ പ്രപഞ്ചമായി തീർന്നവനായ എന്റെ ഭഗവാന് നമസ്കാരം. ഈ ജഗതേ നമ എന്ന അർച്ചന നടത്താൻ പൂ നോക്കിയപ്പോ പൂവില്ല. നിത്യേന ചെയ്യുന്ന കർമ്മമല്ലേ, അതിന്റെ പൂർണ്ണതയിൽ എത്തണ്ടേ? അതിന് സമാനമായി പൂവ് നോക്കിയപ്പോ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി. വിഷ്ണു പാർഷദന്മാരും അടുത്തില്ല, ലക്ഷ്മി ദേവി പോലും വരുന്നില്ല. മന്ത്രത്തിന് ലോപമുണ്ടാക്കാൻ പാടില്ല, അർച്ചനയ്ക്ക് ലോപമുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വിഷ്ണു ഭഗവാൻ തന്റെ 2 കണ്ണുകളും ഇനി ആവാഹിച്ചെടുത്ത് ശിവഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓം ജഗതേ നമഃ. ഈ പ്രപഞ്ചമായി തീർന്നവനായ എന്റെ ഭഗവാന് എന്റെ വിനീതമായ നമസ്കാരം. ശിവഭഗവാന്റെ പരീക്ഷണത്തിലാണ് പൂ വന്ന് കുറച്ചത്. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ഭഗവാനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഈ 2 കണ്ണുകളും തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല,
തന്റെ 3 കണ്ണുകൾ, ശിവഭഗവാന്റെ 3 കണ്ണുകൾ 3 ഊർജ പ്രതിഭാസത്തെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് സൂര്യൻ, മറ്റൊന്ന് ചന്ദ്രൻ, മൂന്നാമത്തേത് അഗ്നി. തന്റെ 3 കണ്ണുകളുടെയും പ്രഭാവമുള്ള ഒരു യന്ത്രം, പ്രഭാവം പകർന്നു കൊടുക്കത്തക്ക വിധത്തിൽ ഒരു യന്ത്ര സംവിധാനം രൂപപ്പെടുത്താൻ ദേവശില്പിയായ വിശ്വകർമാവിനോട് പറഞ്ഞു. ശിവനിൽ നിന്ന് ആവിർഭവിച്ച ആളാണത്രേ വിശ്വകർമാവ്. ബ്രഹ്മദേവന്റെ മകനാണത്രേ വിശ്വകർമാവ്. ബ്രഹ്മദേവന് സമാനമായി, സമാന്തരമായി ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ശിവഭഗവാൻ നിയോഗിച്ച ആളും വിശ്വകർമാവാണ്. ഇങ്ങനെ വിശ്വകർമാവിന്റെ ജനനത്തെ കുറിച്ച് പല പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും വിശ്വത്തെ സൃഷ്ടിച്ച, വിശ്വസൃഷ്ടി ഒരു തന്റെ കർമ്മമായി ഏറ്റെടുത്ത ആള് എന്ന നിലയിൽ വിശ്വകർമാവ് വളരെ പ്രശസ്തനാണ്. ആ വിശ്വകർമാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ 3 കണ്ണുകളുടെയും തേജസ്സിനെ ചേർക്കുന്ന വിധത്തിൽ ഒരു യന്ത്രം ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയ യന്ത്രമാണ് സുദർശന, മഹാസുദർശന യന്ത്രം. ഈ മഹാസുദർശന യന്ത്രം ശിവഭഗവാൻ വിഷ്ണു ഭഗവാന്റെ കരത്തിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങ് പ്രയോഗിച്ചോളൂ, അങ്ങ് ഈ മഹാസുദർശന യന്ത്രത്തിന്റെ തേജസ്സിനാൽ അങ്ങ് കൂടുതൽ സുന്ദരനായി മാറും എന്ന് പറഞ്ഞു. മഹാസുദർശന മൂർത്തിയെ പ്രണമിക്കാൻ ഒരു മന്ത്രവുമുണ്ട്. ആ മന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർ മോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ കുംഭട് സ്വാഹ. ഇങ്ങനെ മഹാസുദർശന മന്ത്രമുണ്ട്, മഹാസുദർശന മന്ത്രമുണ്ട്. ഈ മഹാസുദർശനം മന്ത്രം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ തടസ്സമുണ്ട്. വിവിധ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പക്ഷെ അതങ്ങോട്ട് മുന്നോട്ട് പോണില്ല. എന്തായിരിക്കും കുറവ്? അതിന് ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ സപ്പോർട്ട് വേണം. ചാനലിലൊക്കെ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് പാടിയാലും അവര് ചോദിക്കുന്ന എന്താണ്? പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഫോർമാറ്റ് ഇതാണ്. ഞാൻ ആര്യനാട്, ഇപ്പൊ കഴിഞ്ഞ പ്രോഗ്രാം ആര്യനാട് പോയപ്പോ ഒരാള് എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട് കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അനുമോളുടെ പിതാവാണ്, അനുമോളുടെ അച്ഛനാണ് ഞാൻ. എന്റെ മോള് ബിഗ് ബോസിൽ, അനുമോളെ അറിയില്ലേ? ഞാൻ ഒരു നിമിഷം പകച്ചു. ഞാൻ വിചാരിച്ചാൽ അവിടെ കണ്ടുള്ള ഏതെങ്കിലും കമ്മിറ്റി അംഗം ആയിരിക്കാം അനുമോള്. ഇനി അനുമോളിനെ അറിഞ്ഞോളെന്ന് വിചാരിച്ചാൽ കമ്മിറ്റിയിൽ ഇരിക്കുന്ന കൊച്ചിന് വിഷമായാലോ? നമ്മൾ പിന്നെ അനുമോളെ അറിയാം. അപ്പൊ പറഞ്ഞു, അവള് ബിഗ് ബോസിലാണ് ഇപ്പൊ ഉള്ളത്, അത് സാറിന് അറിയാലോ. അപ്പോഴാണ് സത്യത്തിൽ കത്തിയത് അല്ലേ? അവൾക്ക് വിജയ സാധ്യത ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അവളുടെ ചില തീരുമാനങ്ങളും അവളുടെ ചില ഉറച്ച അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് സാർ. അപ്പൊ അതുകൊണ്ട് എന്റെ മോക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടൂടെ വേണം. സാറ് സപ്പോർട്ട് ചെയ്യേണ്ടത്, സാർ എന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ യജ്ഞത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവള് ചെയ്യാനുള്ളതൊക്കെ അവൾ അതിനകത്ത് ചെയ്തോളും. എൻ്റെ മോള് മിടുക്കിയാണ്. എന്നാൽ പ്രാർത്ഥന കൂടി വേണം. ഈശ്വരന്റെ സപ്പോർട്ട്, പ്രേക്ഷകരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ മോള് വിജയിയായി മാറും എന്ന് പറഞ്ഞു. സാറ് മൈക്ക് പറയണമെന്ന് ഞാൻ പറയൂല, എങ്കിലും ഞാൻ ഇതിന്റെ ഫ്രണ്ടില് വെക്കാൻ ഒരു വലിയ ഫ്ലെക്സിന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അത് വെക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അനുമോളുടെ ഫ്ലെക്സ് ആര്യനാട് ചെമ്പകമംഗലം ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ ഉള്ളവർ നടത്തുന്ന യജ്ഞത്തിന്റെ ഭാഗമായി എൻ്റെ ഫോട്ടോയും ഭഗവതിയുടെ ഫോട്ടോയും ഒക്കെ വെച്ചതിന്റെ തൊട്ടപ്പുറത്ത് അതിനേക്കാൾ വലിപ്പത്തിൽ
എന്ത് ചെയ്തത്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചു. ഞാൻ ഒരു തവണ സൂചിപ്പിച്ചു, കാരണം ആ കുട്ടിയുടെ പിതാവ് ഈ ക്ഷേത്രത്തിലെ ഭക്തനാണ്. ഈ ക്ഷേത്രത്തിൽ വന്ന് തൻ്റെ മകൾക്ക് നാളുകളിൽ ലഭിക്കാൻ പോകുന്ന ഒരു സൗഭാഗ്യത്തിന് തടസ്സമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരി എന്ന നിലയിൽ നിങ്ങളുടെ കൂടി മാനസികമായും അല്ലാതെയും സപ്പോർട്ട് ഉണ്ടായാൽ വളരെ നന്നായിരിക്കും എന്ന് സൂചിപ്പിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കലാകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിൻ്റെ പിതാവ്, അതിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അതിൻ്റെ പിതാവ് വന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ യജ്ഞം നടത്തുന്ന ആചാര്യനായ ഈ ഉള്ളവനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം എത്രയോ കലാകാരന്മാർ നമ്മുടെ വേദികളിൽ വരുന്നു, പാടുന്നു. ആരാധനായ മധു ബാലകൃഷ്ണൻ ഉൾപ്പെടെ, കോട്ടയം ആലീസ് ചേച്ചി, ആലീസ് ഉണ്ണികൃഷ്ണൻ, അരുന്ധതി ടീച്ചർ, ശ്രീ ബിജു നാരായണൻ, അങ്ങനെ ഉൾപ്പെടുന്ന ഒത്തിരി ആൾക്കാർ, ശ്രീ വിവേകാനന്ദൻ ചേർത്തലയിലെ ഒക്കെ നമ്മുടെ വേദിയിൽ വന്ന് പാടി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടിപ്പോയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇന്ന് രാവിലെയും ഒരു സ്റ്റാർ സിംഗറിന്റെ വിജയിയായ ഋതുകൃഷ്ണ, കല്ലുവാതുക്കലത്തെ ഋതുകൃഷ്ണന്റെ അമ്മ വിളിച്ചിരുന്നു. ഗുരുവായൂരിലൊരു വഴിപാട് നടത്തുന്നതിന്റെ ഭാഗമായി മുഴുക്കാപ്പും ഒപ്പം അഹസ് വഴിപാട്, യജ്ഞത്തിലേക്ക് അഹസ് വഴിപാട് നടത്താറുണ്ട്. ഒരു ദിവസത്തെ പൂജയാണ്. അഹസ് വഴിപാട് ഒരു മുഴുക്കാപ്പും മക്കൾക്ക് വേണ്ടി ഗുരുവായൂരിൽ നടത്തണം. സാറിന് അവിടെയായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് എൻ്റെ മോനെ പഠിപ്പിച്ച ടീച്ചർ, പ്രണവ സംഗീത വിദ്യാലയത്തിലെ ഷീല ടീച്ചർ പറഞ്ഞു. അതുകൊണ്ട് അത് ഈ വരുന്ന 30-ാം തീയതിയാണ് ആലോചിക്കുന്നത്, അതൊന്ന് നടത്തിത്തരണം സാർ എന്ന് പറഞ്ഞു വിളിച്ചു. കാരണം ഒരമ്മയുടെ മക്കളുടെ കലാഭാവിക്ക് വേണ്ടിയുള്ള ആത്മനൊമ്പരമാണ് അവിടെ പ്രകടമാകുന്നത്. കല എന്ന് പറയുന്ന ഈശ്വരനാണ്. കല ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞത് മഹാനായ കുട്ടിക്കൃഷ്ണമാരാനാണ്. അങ്ങനെ ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ആധാരമാക്കി കുട്ടിക്കൃഷ്ണമാല രചിച്ച പഠനാത്മകമായ പ്രബന്ധ സമാഹാരത്തിന്റെ പേരാണ് ഭാരത പര്യടനം. അദ്ദേഹമാണ് കല ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞത്. MT വാസുദേവൻ നായരുടെ ഒരു പുസ്തകത്തിന്റെ പേര് എന്താണ്? ഒരു കഥ ജനിക്കുന്നു എന്നാണ്. ഒരു കഥ ജനിക്കുന്നതിന്റെ പിന്നിൽ ഒരു കലാകാരൻ അനുഭവിക്കുന്ന ആത്മനൊമ്പരങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സംഗീതമായി, സാഹിത്യമായി ഓരോ മനസ്സുകളിലും പെയ്തിറങ്ങുന്നത് ഈശ്വരന്റെ അനുഗ്രഹ കടാക്ഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ചില പ്രോജക്റ്റുകളൊക്കെ ആവിഷ്കരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സ നിവാരണത്തിന് ഈശ്വരാനുഗ്രഹം അനിവാര്യമാണ്, ഗുരു കടാക്ഷം അനിവാര്യമാണ്. പ്രണയഗാനങ്ങൾ എഴുതി നടന്ന കുമാരനെ സ്നേഹത്തോടെ ശ്രീനാരായണ ഗുരു കുമാരു എന്ന് വിളിക്കും. അദ്ദേഹത്തിനെ നിന്റെ പ്രണയഗീതങ്ങളിൽ തത്വചിന്ത ചേർക്കണം എന്ന് പറഞ്ഞ് വെറും മരം ചുറ്റി പ്രേമമല്ല എഴുതേണ്ടത്, തത്വദർശനമായിരിക്കണം പ്രണയത്തിന്റെ അടിസ്ഥാനം എന്ന് ഉപദേശിച്ചപ്പോഴാണ് കുമാരനാശാൻ അതിനുശേഷം രചിച്ച കവിതകളിലൂടെയാണ് അദ്ദേഹം മഹാകവിയായത്. മനസ്സിലായില്ലേ? നിലത്ത് വീണ പൂവിനെ നോക്കിയിട്ട് ഐശ്വര്യം ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് പറയാൻ തോന്നിയത് ഗുരുവിന്റെ തത്വദർശനമാണ്. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയ്യേലി. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതി എന്ന് പുനരങ്ങ് കിടപ്പിതോർത്താൽ നിന്റെ അന്നത്തെ സൗന്ദര്യവും നിന്റെ അന്നത്തെ ആ ഊർജ്ജസ്വലതയും കണ്ടവനാണ് ഞാൻ. ഇന്നത്തെ നിന്റെ കിടപ്പും
ദയനീയമായ അവസ്ഥയും എനിക്ക് കാണാൻ പറ്റുന്നു. അന്നും ഇന്നും എന്നുള്ളത് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ തോന്നുന്നു: ശ്രീ ഭൂവിൽ അസ്ഥിര, ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ല. ഇതാദ്യം പറഞ്ഞത് അശ്വത്ഥാമാവാണ് ദുര്യോധനന്റെ കിടപ്പ് കണ്ടിട്ട്. ദുര്യോധനനെ അശ്വത്ഥാമാവിന് കണ്ട് ശീലം എന്ന് പറയുന്നത് സിംഹാസനത്തിൽ അമർന്നിരുന്ന് സ്തുതിപാഠകന്മാരാൽ ആനന്ദിക്കപ്പെട്ടവനായി ഇരുന്നപ്പോഴാണ് ഇതിനു മുമ്പ് ദുര്യോധനനെ അശ്വത്ഥാമാവ് കണ്ടിട്ടുള്ളത്. അതേ ദുര്യോധനൻ ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് വെറും നിലത്ത് ചേറുമണിഞ്ഞ് കിടന്നപ്പോ അശ്വത്ഥാമാവ് വിലപിക്കുകയാണ്. അപ്പൊ ദുര്യോധനൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്: എത്ര പ്രൗഢിയോടുകൂടി ജീവിച്ചവനാണ് ഞാൻ. ഭീഷ്മരും ദ്രോണരും ശല്യരും കർണനും ഒക്കെ എന്റെ ആ 99 അനുജന്മാരും ഒക്കെ എന്റെ ഹിതാനുവർത്തികളായി, ആജ്ഞാനുവർത്തികളായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കണ്ടില്ലേ? വിധി ഇതല്ലാതെ എന്തു പറയാൻ? ഇല്ലേ, പറഞ്ഞില്ലേ? പൂന്താനം നമ്പൂതിരി എഴുതിയില്ലേ: കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ. കണ്ടാൽ ചിലർ ഇതിനെ കുറിച്ചൊക്കെ അറിയാം, ഒട്ടെങ്കിലും അറിയാം. ചിലർക്ക് കണ്ടാലും തിരിയാ, ചിലർക്കേതുവേ. എന്തൊക്കെ കണ്ടിട്ടും ഇതൊന്നും സത്യമല്ല എന്ന് ചിന്തിക്കുന്ന, ഇതിനോടൊക്കെ നിസ്സംഗമായ ഭാവം നടിക്കുന്ന ഒരു കൂട്ടർ ആൾക്കാരുണ്ട്. ആര് പറഞ്ഞു? പൂന്താനം നമ്പൂതിരി പറഞ്ഞു. പൂന്താനം നമ്പൂതിരിയെ പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം ഒരു കുഞ്ഞിന് വേണ്ടി ഗുരുവായൂരപ്പന്റെ അടുത്തെത്തിയിട്ട് സന്താന ഗോപാലം പാന തരങ്കിണി വൃത്തത്തിൽ ചില വ്യതിയാനം വരുത്തുമ്പോൾ ഊന തരങ്കിണിയായി. അതിലും ചില വ്യത്യാസം വരുത്തുമ്പോൾ വരുന്ന വൃത്തമാണ് പാനാവൃത്തം. ആ പാനാവൃത്തത്തില് അദ്ദേഹം സന്താന ഗോപാലം രചിച്ചു. ഭഗവാൻ ഇഷ്ടപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു: എനിക്ക് ഇഷ്ടപ്പെട്ടു നീ സമർപ്പിച്ചത്, എന്ത് വേണം? അപ്പൊ പറഞ്ഞു: ഒരു കുഞ്ഞിനെ വേണം. അപ്പൊ പറഞ്ഞു: ഒരു കുഞ്ഞിനെ കണ്ട് ആനന്ദിക്കാനുള്ള ഒരു സൗഭാഗ്യം എന്തുകൊണ്ടോ ഈ ജന്മത്തിലില്ല, വേണമോ? അപ്പൊ പറഞ്ഞു: വേണം, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയേ തീരും. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന്റെ അന്നപ്രാശത്തിന് ആൾക്കാരെല്ലാം എത്തുന്നു. സ്ത്രീജനങ്ങളൊക്കെ വന്ന് ആ കുഞ്ഞ് കിടക്കുന്ന അടുത്തേക്ക് ചെന്നിട്ട് അവിടെ തന്നെ കുഞ്ഞിനെ ലാളിച്ച് അവിടെ തന്നെ അവർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന അന്തർജനങ്ങൾ വന്ന ഭാണ്ഡക്കെട്ടുകൾ, വലിയ ചടങ്ങാണ്, അതിന്റെ മുകളിലൊക്കെ വെച്ചു. എന്നിട്ട് ഈ മണിയടിക്കുന്ന സ്ഥലത്ത് എവിടെ മണി അടിച്ചാലും ഓടുന്ന ഒരു പതിവ് നമുക്കുണ്ടല്ലോ. മണി അടിച്ചപ്പോൾ അവിടെ പൂജയ്ക്ക് മണി അടിച്ചപ്പോൾ സ്ത്രീകളെല്ലാം കൂടെ എടുത്തിയാടി അങ്ങോട്ട് പോയി. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ അനുഗ്രഹം അങ്ങനെ കുറഞ്ഞാല. ഇതിനിടയ്ക്ക് ചടങ്ങിന്റെ സമയമായി, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അന്തർജനം ചെല്ലുമ്പോൾ ഈ ഭാണ്ഡക്കെട്ടെല്ലാം കൂടെ കുഞ്ഞിന്റെ മുകളില് മറിഞ്ഞു വീണ് കിടക്കുന്നു. കുഞ്ഞ് പിടഞ്ഞ് ഒരു ശബ്ദം പോലും ഇല്ലാതെ മരണപ്പെട്ടു പോയിരിക്കുന്നു. വളരെ ദയനീയമായ അവസ്ഥ. സ്ത്രീകളുമില്ലേ അലമുറയിട്ട് കരഞ്ഞു. ഇതെല്ലാം വരുത്തി വെച്ചതവരാണ്. അലമുറയിട്ട് കരഞ്ഞു. കുഞ്ഞിനെ മാറോട് അടുക്കി പിടിച്ച് പൂന്താനം ഏങ്ങി കരഞ്ഞു. പിന്നെ കുറെ കാലം ഊണും ഉറക്കമില്ലാതെ വീട്ടിൽ കഴിഞ്ഞുകൂടി. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരപ്പന്റെ ജീവിതത്തിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ പാദകമലങ്ങളിൽ അഭയം തേടി ശ്രീമദ് ഭാഗവതം പഠിച്ചു. ആ ഭാഗവതം തനിക്കറിയാവുന്ന ഈ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കാത്ത എന്ന് പറഞ്ഞ വലിയ പണ്ഡിതന്മാരൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വയാർജിതമായ കഴിവുകളാണ് അദ്ദേഹത്തിനുണ്ടായത്. താല്പര്യം കൊണ്ട് 2-3 വിധത്തിലാണ് അറിവ് കിട്ടുന്നത്. ഒന്ന്, ബേസിക്കലി വീട്ടിലുള്ളവരെല്ലാം അറിവുള്ള ആൾക്കാരായിരിക്കും. 2, അറിവിലേക്ക് നടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടാകും. ചിലർക്ക് ഇത് രണ്ടും കാണൂല. പട്ടിണിയും പരുവട്ടവും ഒക്കെ ആയിട്ടായിരിക്കും ജീവിക്കുക. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ മുമ്പ് കൂട്ടുകാരെയൊന്നും ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു. എന്താ കാര്യം? അവരെയൊക്കെ വീട് വലിയ വീടായിരുന്നു. എൻ്റെ നാട്
ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള സ്ഥലമൊക്കെ വളരെ മനോഹരമാണ്, വയലേലകളൊക്കെയാണ്. ഞാൻ വീടിൻ്റെ തൊട്ടക്കരെയുള്ള കുളം വരെ കൊണ്ടുവരും. ഞങ്ങൾ കുളത്തിലിറങ്ങും, തോർത്തൊക്കെ ഞാൻ ഒപ്പിച്ച് കൊടുക്കും, കുളിക്കാനും മീൻ പിടിക്കാനും നീന്താനും ഒക്കെ. ഇതാണ്, അത്ര ചെറുതായിരുന്നു വീട്. മഴയത്ത് ഒരാൾ കയറി വന്നാലും ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നില്ല. പിന്നെയോ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നില്ല അച്ഛനും അമ്മയും. പക്ഷെ അവരുടെ മനസ്സിലൊരു അഗ്നി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേടാനാവാത്തത് ഞങ്ങളുടെ മക്കളെ കൊണ്ട് നേടിയെടുപ്പിക്കണമെന്ന ഒരു കെടാവിളക്കിൽ എരിഞ്ഞുയരുന്ന അഗ്നിയുണ്ടല്ലോ, ആ അഗ്നി ഉള്ളിലുണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ സാധിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്, പഠിക്കാനും പഠിപ്പിക്കാനും ഇത്തരത്തിലുള്ള വേദികളിലൂടെ, വിവിധ വേദികളിലൂടെ സഞ്ചരിക്കാനുമുള്ള പ്രചോദനം പിതാവിൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള ആ അഗ്നിയെ ഹൃദയത്തിലേക്ക് പകരാൻ, ഒരു വിളക്കിൽ നിന്ന് അടുത്ത വിളക്കിലേക്ക് ദീപം പകരൂലേ, അതുപോലെ പകരാൻ സാധിച്ചതിൻ്റെ പുണ്യമാണ്. പൂന്താനം നമ്പൂതിരിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഈ രണ്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ലേ, പക്ഷെ മൂന്നാമത്തെ സാഹചര്യം അദ്ദേഹം പ്രയോജനപ്പെടുത്തി. അറിവിന്റെ സോഴ്സസ് എവിടെയുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ചെന്നു. പ്രത്യേകിച്ചും ഭഗവാനെ കുറിച്ച് അറിവ് എവിടെ കിട്ടും അത് ആർജിച്ചു. ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്നപ്പോൾ ശ്രീമദ് ഭാഗവതം പഠിച്ചു, ഭാഗവതത്തെ വ്യാഖ്യാനിച്ചു, വൃത്തം പഠിച്ചു, വൃത്തവസ്ഥിതി, പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിക ചൊൽവത് എന്നാണ് പറയുന്നത്. വൃത്തവസ്ഥിതിയെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് തനിക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. പറഞ്ഞ് മനസ്സിലായി, തനിക്കറിയാവുന്നത് പ്രിയമുള്ളവർക്കായി പകർന്നു കൊടുത്തു. അങ്ങനെ തന്റെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്തു പൂന്താനം നമ്പൂതിരി. ആ മഹാസുദർശന മൂർത്തിയായ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ കൈപിടിച്ചുയർത്തി. അദ്ദേഹം ഭാഗവതമൊക്കെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ, വിഷ്ണു സഹസ്രനാമം വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഭഗവാൻ അവിടെ വന്നിരിക്കുമായിരുന്നു. അത്രയേറെ ഡെഡിക്കേഷൻ. ഒരു കലാകാരന്, ഒരമ്മയ്ക്ക്, ഒരച്ഛന്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ്? ഡെഡിക്കേഷനാണ്, സമർപ്പണ ഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിത ശ്രേഷ്ഠനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കാളും അവിടെ ഗുരുവായൂരപ്പന്റെ മനസ്സിൽ പൂന്താനം നമ്പൂതിരി സ്ഥാനം നേടിയത്. നമ്മളത് തിരിച്ചറിയാതെ പോകരുത് എന്നാണ് വിനീതമായ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? വയലാർ രാമവർമ്മ വലിയ പണ്ഡിതനായിരുന്നില്ല, പക്ഷേ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ പുസ്തകങ്ങളെല്ലാം വായിച്ചു കൂട്ടി, പുരാണ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു കൂട്ടി. ആ അക്ഷരങ്ങൾ അദ്ദേഹം സ്നേഹിച്ചു. അദ്ദേഹത്തിനോട് പ്രണയകാവ്യങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ കാവ്യത്തിന്റെ പ്രത്യേകത തന്നെ പ്രണയമായിരുന്നു. പ്രണയകാവ്യങ്ങൾ എഴുതി, പ്രകൃതിയോട് ചേർത്ത് പ്രണയത്തെ ചേർത്തു. സിഗരറ്റ് കവറിൽ എഴുതി വെച്ചതുപോലും എന്തായി? അതിമനോഹരങ്ങളായ കവിതകളായി മാറി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതി. അപ്പോ ഇതെല്ലാം ഉള്ളിലുള്ള നൈസർഗികമായ കല, അത് ഈശ്വരനാൽ പ്രകാശിപ്പിക്കപ്പെട്ടതുകൊണ്ടും അത് അവതരിപ്പിക്കുവാൻ ഈശ്വരൻ പ്രത്യേകം കൈതൊട്ട് അനുഗ്രഹിച്ചതുകൊണ്ടുമാണ്. ഈശ്വര നിഷേധിയായി മറ്റുള്ളവർക്ക് തോന്നിയ അതേ വയലാറ് തന്നെ പിന്നീട് എഴുതി. എന്ത്? ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ, കാട്ടിനുള്ളിലെ ഗുഹാന്തർ ഭാഗത്തുള്ള തപസങ്കേതങ്ങളിലിരുന്ന്, സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുലിനോപാന്ത പ്രദേശങ്ങളിൽ, വളരെ വിശാലമായി ഇരുണ്ട മണൽത്തിട്ടകളിലൂടെ അലഞ്ഞ് ആരാണോ ഉള്ളിലേക്ക് നോക്കി ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ മാറ്റത്തിൽ നിന്ന് ഉദ്ഭിന്നമായ ആവിർഭവിച്ച സൃഷ്ടി പ്രക്രിയയുടെ രഹസ്യത്തെ അന്വേഷിച്ചലഞ്ഞത് ആ ഋഷീശ്വരന്മാർ പകർന്നു നൽകിയ അതിവിശിഷ്ടമായ അറിവാണ് എന്നിലെ ദർശനത്തെ, കാഴ്ചപ്പാടിനെ വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞു.
ഇവിടെയും സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാടിനെ വർദ്ധിപ്പിക്കലാണ്. വയലാറും തന്റെ ദർശനത്തെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. നല്ല കാഴ്ചപ്പാട്, കാഴ്ചകൾ കണ്ട് നമ്മൾ ഭ്രമിക്കുമ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കൂലേ, നമ്മൾ കാഴ്ചകൾ എത്ര മണിക്കൂർ നോക്കിയിരുന്നാലും മതിയാവൂലല്ലോ. കാഴ്ചകൾ കണ്ട് നമ്മൾ ഭ്രമിക്കുമ്പോൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് കാഴ്ചകളെക്കാളും എന്താണ്? കാഴ്ചപ്പാടുകളാണ്. എനിക്ക് വളരണമെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിലേ നമ്മൾ വളരൂ. എനിക്കൊരു എഴുത്തുകാരനാകണം എന്നൊരാൾക്ക് തോന്നിയാലേ അദ്ദേഹം എഴുത്തുകാരനാവും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അധികം മലയാളം അറിഞ്ഞുകൂടാ, കവിത എഴുതി തുടങ്ങിയപ്പോഴേ. പക്ഷെ അദ്ദേഹത്തിന് എഴുത്തുകാരനാവണം. ഇപ്പൊ അദ്ദേഹം 50 ആൽബങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് 10ഓളം ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്ന ഓരോ കവിതയും അദ്ദേഹത്തിന്റെ വരികളും പരിശോധിക്കാനുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം ഈ ഉള്ളവനാണ് തന്നത്. അതിൽ ഭരത് പി ജെ ആന്റണിയുടെ ഒരു നാഷണൽ ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ട് കാണുന്നവർ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന അമ്മമാരുടെ ഹൃദയ നൊമ്പരത്തെക്കുറിച്ച് അദ്ദേഹം അഭ്രപാളികളിലൂടെ ആവിഷ്കരിച്ച് അതിന്റെ നറേഷൻ ഈ ഉള്ളവനാണ് എഴുതിയത്. അത് ആവിഷ്കരിച്ചപ്പോൾ ഭരത് പി ജെ ആന്റണിയുടെ നാമധേയത്തിലുള്ള ഒരു നാഷണൽ ഫെസ്റ്റിവലില് ഏറ്റവും മികച്ച ഡോക്യുമെന്ററിയായി ഹൃദയം കൊണ്ട് കാണുന്നവർ എന്ന ഡോക്യുമെന്ററി, മറ്റൊന്ന് കണ്ട ദൈവങ്ങൾ, രണ്ടിനും 2 പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് അവാർഡുണ്ടായിരുന്നു. അപ്പോ ഇതിൽ ഇദ്ദേഹത്തിന്റെ കവിത വളരെ ആകസ്മികമായി എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. കൊട്ടാരക്കരയിലുള്ള ശ്രീ ഷാജി അവർകളാണ് അതിന്റെ മ്യൂസിക് കൊടുത്തത്. ഒരു പാതിരാത്രിയിൽ കൊല്ലം ഉമേനല്ലൂരിലുള്ള ഇദ്ദേഹത്തിന്റെ ആ വീട്ടിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോയിൽ ആ കവിത ചൊല്ലാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അത് മ്യൂസിക്കൊക്കെ ഇട്ട് പാട്ടാക്കുക. അങ്ങനെ പാടി. ഞാൻ അത് കഴിഞ്ഞിട്ട് വഴിതെറ്റിപ്പോയി ചെല്ലുന്നത് കൂനമ്പായിക്കുളത്ത് മുമ്പിലാണ്. ഞാൻ എന്തിനാണ് കൂനമ്പായിക്കുളത്ത് പോയെന്ന് എനിക്കറിഞ്ഞുള്ള. വഴിതെറ്റിപ്പോയി, ശക്തമായ മഴ. അവിടെ എത്തിയപ്പോഴാണ് കൂനമ്പായിക്കുളം, വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രം എന്ന് എഴുതി കാണിക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് അന്നെൻ്റെ പഴയ ഫോണാണ്, അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നൊരു പരുവത്തിന് മഴ തീരുന്നത് വരെ അവിടെ കിടന്നു വണ്ടിയിൽ. എന്തിനാണ് കൂനമ്പായിക്കുളത്തിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിപ്പിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ആ ഡോക്യുമെന്ററിയിലെ ഗായകനായിട്ടുള്ള ഈ ഉള്ളവന് ആ ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഗായകനുള്ള ഭരത് പി ജെ ആന്റണി നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് എന്നെ എന്തിനാണ് ഈ കൂനമ്പായിക്കുളത്ത് അമ്മയുടെ മുമ്പിൽ ഈ മഴയത്ത് കൊണ്ട് ചെന്ന് നിർത്തിയത് എന്ന് തിരിച്ചറിഞ്ഞത്. അതുവഴി പോവാം, മായത്തിൽ വഴി അങ്ങ് കൊട്ടിയത്ത് കയറി പോവേണ്ടത് എന്നെ കൂനമ്പായിക്കുളത്ത് വഴി തെറ്റിച്ചുകൊണ്ടിരുത്തിയ എന്തിനു കൊണ്ടുവന്നു എന്ന് തിരിച്ചറിഞ്ഞത് അതിന് അവാർഡ് കിട്ടിയപ്പോഴാണ്. ചില നിമിത്തങ്ങൾ, ലോഹിതദാസൊക്കെ ഏത് തിരക്കഥ രചിച്ചാലും അദ്ദേഹം കൊണ്ട് കാണിക്ക വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചാലക്കുടിയിൽ പോട്ട എന്ന് പറയുന്ന ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രമുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് മുരിങ്ങൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചീനിക്കൽ എന്ന് പറയുന്ന ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതിമനോഹരമായ വിഗ്രഹമാണ്. ഒരു അമ്മ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്നുള്ള തോന്നുന്നു. അത്രയും ചാരുതയാർന്ന വിഗ്രഹമാണ്. ആ ചീനിക്കൽ അമ്മയുടെ മുമ്പിലാണ് അദ്ദേഹം ഏത് തിരക്കഥ എഴുതിയാലും അമ്മയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അത് നനയാതൊന്ന് പൂജിച്ചു തരാൻ പറയും. അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുന്ന പേനയുണ്ട്, അതിൽ വെള്ളം നനഞ്ഞാൽ പടരും. നനയാതൊന്ന് പൂജിച്ചു തരാൻ പറയും, പൂജിക്കും. അദ്ദേഹം അങ്ങ് വാങ്ങും. ചിലപ്പോൾ തൊഴുവും, ചിലപ്പോൾ തൊഴുവില്ല. എന്താണ്? ആ മറന്നു പോണതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ വേറെ ചിന്തകളൊക്കെ ആയതുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് മൗനമായി ദേവിയോട് പറയും. ദേവി അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ പറ്റിയത്. ഇതൊക്കെ ചില നിമിത്തങ്ങളാണ്.
നല്ല കാഴ്ചപ്പാടുകൾ ഉള്ളിലുള്ള ആൾക്കാരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ആ നല്ല കാഴ്ചപ്പാടുകളെ ഉള്ളിലുള്ളവരെ മുന്നോട്ട് നയിക്കുന്ന ആളാണ് സുദർശനമൂർത്തി. സുദർശന ഹോമം കൊണ്ട് നമുക്കുണ്ടാവുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ തടസ്സം മാറാൻ, രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുടുംബദേവതയുടെയോ ഈ ദേശദേവതയുടെയോ ഒക്കെ ദോഷങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ, ആഭിചാര ദോഷങ്ങൾ മാറാൻ, വാഗ്ദോഷങ്ങൾ മാറാൻ. ചിലരൊക്കെ പറയാം അവൻ രക്ഷപ്പെടില്ലടി അല്ലേ. ചില അച്ഛനമ്മമാര് പോലും പറയും അവർക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി മക്കൾ ചെയ്താൽ പറയും നീ രക്ഷപ്പെടൂല്ലടാ അല്ലെ, അല്ലെങ്കിൽ രക്ഷപ്പെടൂല്ലടി എന്നൊക്കെ പറയും. പക്ഷേ എത്ര പറഞ്ഞാലും ഈശ്വരൻ അവരുടെ സങ്കടം കൊണ്ടാണെന്ന് പറയുന്നത്, അവൻ രക്ഷപ്പെടാതിരിക്കാനല്ല. ഈശ്വരൻ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം എന്ത് ചെയ്യും? വിജയിച്ചിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ വാഗ്ദോഷം മാറാൻ, ഇങ്ങനെ ശത്രുദോഷം മാറാൻ ഒക്കെയാണ്, പിന്നെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയമുള്ളവരുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ ശ്രേഷ്ഠതമമായ കർമ്മമാണ് മഹാസുദർശന ഹോമം. ഈ മഹാസുദർശന ഹവനത്തിൽ പങ്കെടുക്കുന്നത് വളരെയധികം ഉത്തമമാണ് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഭാഗവതത്തില് ഈ ഭഗവാന്റെ തിരോധാനം ഭാഗം പാരായണം ചെയ്തു കഴിഞ്ഞു. പരീക്ഷിത്ത് മഹാരാജാവാണല്ലോ ഇത് കേൾക്കുന്നത്. ഭഗവാന്റെ നിര്യാണം എന്ന് പറഞ്ഞാൽ സ്വധാമപ്രാപ്തി കേട്ടപ്പോൾ പരീക്ഷിത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ചാരുത കണ്ട് മയങ്ങണ്ട, എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. നമ്മൾ എപ്പോ ഭാവാൻ വിളിച്ചാലും. അങ്ങേക്ക് ഒരു 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ടിട്ട് മരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഭാഗ്യമായി കണക്കാക്കണം. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ്. അങ്ങയെ കടിക്കാൻ വരുന്ന തക്ഷകനിലും തക്ഷകന്റെ കടികൊള്ളുന്ന അങ്ങയിലും അങ്ങേക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഭാഗവതം പറയുന്ന എന്നിലും ഒക്കെ ഒരേ ഒരു ഈശ്വരനാണുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയാം. പരീക്ഷിത്ത് ഭാഗവതം പരബ്രഹ്മോപദേശം ശ്രീശുകനിൽ നിന്ന് കേട്ട് ധ്യാനനിമഗ്നനായിരിക്കുന്നു. ശ്രീശുകന് ദക്ഷിണാദികൾ കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷപ്പെടുത്തി. ഇതിനിടയ്ക്ക് ഈ പട്ടിണിയൊക്കെ കിടന്നല്ലേ ഭാഗവതം കേൾക്കുന്നത് അദ്ദേഹം ആ വ്രത പൂർത്തീകരണത്തിന്റെ ഭാഗമായൊരു ഫലം കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ആ ഫലത്തിനകത്ത് ഒരു പുഴുവിനെ കാണുന്നു. സാധാരണ നേരത്തെങ്ങളാണെങ്കിൽ ഇത് കൊണ്ടുവന്നവൻ വിവരം അറിയും. എന്നാൽ ആ പുഴുവിനെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലും ഈശ്വരനുണ്ടെന്ന് തോന്നി. അത് വളർന്ന തക്ഷകനായി. ആ തക്ഷകൻ പരീക്ഷത്തിനെ ദംശിച്ചു. പരീക്ഷത്തിന് മോക്ഷപ്രാപ്തി കിട്ടി. ഇവിടെ ഏതൊരു കർമ്മം നടക്കണമെങ്കിലും അതിനൊരു കാരണമുണ്ടാവണം. പരീക്ഷത്തിന് ഭാഗവതം കേൾക്കണമെങ്കിൽ പരീക്ഷത്തിനൊരു ശാപം കിട്ടണമായിരുന്നു. പരീക്ഷത്തിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്തതും പൂർവികർ ചെയ്തതുമായ ദോഷങ്ങൾ മാറണമെങ്കിൽ ഭാഗവതം കേൾക്കണമായിരുന്നു. അതിനൊരു ശാപം കാരണമായി എന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ഗംഗാതീരത്തിരുന്ന് അദ്ദേഹം ഇത് കേട്ടതേ. അപ്പൊ ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പറയുന്നത് മാർക്കണ്ഡേയ ചരിതമാണ്. ഭഗവാന്റെ മായയെ കാണാൻ ആഗ്രഹിക്കുന്നു മാർക്കണ്ഡേയൻ. ഭഗവാൻ ഒരു വലിയ പ്രളയം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. പ്രളയത്തെക്കുറിച്ച് നമ്മളിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടല്ലോ. പണ്ട് കമലഹാസന്റെ ദശാവതാര സിനിമയിലാണ് ഈ സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റത്തിൽ ഞാൻ പ്രളയം കാണുന്നത്. എന്നാൽ കേരളം 2 പ്രളയത്തെ കണ്ടവരാണ് നമ്മൾ, അല്ലേ? ശരിയാണോ അല്ലയോ? 2 പ്രളയം കണ്ടു നമ്മൾ. ഭഗവാൻ ഒരു പ്രളയം സൃഷ്ടിച്ചു കൊടുക്കുന്നു മാർക്കണ്ഡേയന്റെ മുന്നിൽ. അവസാനം സകല ജീവജാലങ്ങളും മുങ്ങിപ്പൊങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ആ മാർക്കണ്ഡേയന്റെ മുന്നിൽ ഇന്നത്തെ സിനിമയെ പോലും അത്ഭുതപ്പെടുത്തത്തക്ക വിധത്തിൽ ഈ പ്രളയ ജലത്തിൽ ഒരാലിലയുടെ
മുകളിൽ ഒരു ബാലകന്റെ രൂപത്തിൽ ഭഗവാൻ കിടക്കുന്നു. പ്രത്യേക സംവിധാനം. ഇന്നത്തെ പ്രത്യേകം ഗ്രാഫിക് സംവിധാനത്തിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. വലിയ പ്രളയം നടക്കുന്നു. ആ പ്രളയത്തിന്റെ മധ്യത്തിൽ ഒരു പേരാലിന്റെ ഇല ഇങ്ങനെ ഒഴുകി വരുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ആര് കിടക്കുന്നു? ഭഗവാൻ കിടക്കുന്നു. ആ ഭഗവാനെ മാർക്കണ്ഡേയൻ വണങ്ങുകയാണ്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് പ്രണമിക്കുന്നു. തുടർന്ന് ശിവശങ്കരൻ വന്ന് മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ ലോകത്തിലുള്ള മുഴുവനും നശിച്ചാലും ആര് നിൽക്കുന്നു? ഈശ്വരൻ നിലനിൽക്കുന്നു. ഈശ്വരന്റെ വൈഭവമില്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ പ്രളയം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഭഗവാന്റെ വിഭൂതി, സൂര്യവിഭൂതി തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഇവിടെ മഹാസുദർശന ഹോമം ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാസുദർശന ഹോമം ഇവിടെ സമർപ്പിക്കുകയാണ്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര. ഓം മഹാസുദർശനമൂർത്തയേ നമഃ. ഇനി ഭാഗവത പുരാണ സംഗ്രഹം എന്ന അധ്യായമാണ്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നതിൻ്റെ പുണ്യം ഇതിൽ കിട്ടുമെന്നാണ്. അപ്പം അതുകൊണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആ ഭാഗം പാരായണം ചെയ്ത് തീർക്കും. കീർത്തനത്തോടുകൂടി ഇന്നത്തെ മധ്യാഹ്നം വരെയുള്ള കർമ്മങ്ങൾ ഇവിടെ സമർപ്പിക്കും. അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ സംവിധായകനാണ്. അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്താണ്. കലാരംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചകൾക്കപ്പുറം കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഒപ്പം സിനിമയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിൽ ധാർമ്മികത നിറയ്ക്കാൻ പൗരാണിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിച്ചത്. നമ്മളിന്ന് ഭാഗവത യജ്ഞത്തിലൊക്കെ കാണുന്ന കൃഷ്ണനും കുചേലനും ഒരുമിച്ച് ചേരുന്ന രംഗങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഭക്ത കുചേല എന്നൊക്കെ പറഞ്ഞാണ് സിനിമയൊക്കെ ആദ്യം ഇറക്കുന്നത്. ശിവനും വിഷ്ണു ഭഗവാനും ഒക്കെയാണ് ആദ്യം സിനിമയിൽ നിറഞ്ഞു നിന്നത്. കുമാര സംഭവം തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വളരെ പ്രശസ്തി നേടിയിട്ടുള്ളതാണ്. അമ്മേ പരാശക്തി, ആദി പരാശക്തി, അമ്മേ മഹാമായ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സിനിമകൾ ഇറങ്ങിയത്. അതിൽ കുഷ്ഠരോഗം ഒരു കാലഘട്ടത്തിൽ പടർന്നു പിടിച്ച സമയത്ത് അതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി സിനിമകൾ ഉണ്ടായിരുന്നു. ക്യാൻസർ, പ്ലേഗ് തുടങ്ങിയ ബാധിച്ച സമയത്ത് അതിനെതിരെ ജാഗ്രത പുലർത്താൻ സിനിമ ഉണ്ടായിരുന്നു. പിന്നെ കുടുംബ ബന്ധങ്ങളുടെ മഹത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന അനേകം സിനിമകൾ, പ്രണയത്തിന്റെ ദൃഢത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന സിനിമകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം കാരണം കുടുംബത്തിലുണ്ടായ തകർച്ചയെ പ്രതിപാദിക്കുന്ന സിനിമകൾ, ഇങ്ങനെ ഒത്തിരി സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമ അവതരിപ്പിക്കുന്നതിലൂടെയാണ് പ്രത്യേകിച്ചും മലയാള സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ മനോജ് പാലോടൻ അവരുടെ
ഒരു പ്രത്യേകിച്ച് ഒരു സിനിമ, ഇത് താണ്ട്ര പോലീസ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിനിടയ്ക്ക് ഒരല്പമെങ്കിലും ഇടവേള കിട്ടിയാൽ ഉറപ്പായും രാത്രി 9 മണിക്ക് ശേഷമുള്ള സമയം ഞാൻ ഫ്രീ ആക്കാറുണ്ട്. പ്രത്യേകിച്ചും കുളമട എന്ന് പറയുന്ന പാലപ്പള്ളി കുളമടയിലെ രേവതി സിനിമ തിയേറ്ററുണ്ട്, പുതിയ തിയേറ്റർ, 4-5 തിയേറ്ററുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ, ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള തിയേറ്ററുകളിലൊന്നാണ്. ഇപ്പം ഞാൻ വീട്ടിലുള്ള സമയം 9:30 ശേഷമുള്ള സമയം ഞാൻ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് സിനിമ കാണാനാണ്. അത് നേരെ റിവ്യൂസ് നോക്കും, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിക്കും എങ്ങനെയാണ് ആ സിനിമ എന്ന് ചോദിക്കും. എന്നിട്ട് പോയി ആ സിനിമ കാണാൻ, പ്രത്യേകിച്ച് ആ സിനിമകൾ കാണാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്താറുണ്ട്. ചില സിനിമകളൊക്കെ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഗുരുപ്രിയയുടെ തന്നെ ഒരു ചടങ്ങിൽ ബഹുമാനപ്പെട്ട വിനീത് ശ്രീനിവാസനെയും പ്രിയങ്കരനായ ഇന്ദ്രൻസിന്റെ കുടുംബത്തെയും തമ്മിൽ വിളിക്കാൻ എന്നെയാണ് അദ്ദേഹം നിയോഗിച്ചത്. എനിക്ക് സിനിമ തമ്മിൽ ലാഗായിപ്പോയി. ഒരുമിച്ചാണ് എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞത്. കാരണം രണ്ടും ഒരേ സമയത്ത് കണ്ട സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ അവർകളെ ഏറ്റവും മികച്ച സംവിധായകനായി ഗുരുപ്രിയ അവാർഡ് കൊടുത്തപ്പോഴും ഇന്ദ്രൻസിന്റെ അഭിനയ തികവിന് അവാർഡ് കൊടുക്കുമ്പോഴും അവരെ വേദിയിലേക്ക് അവതരിപ്പിക്കാൻ ഉള്ളവനെയാണ് വിളിച്ചത്. 2 സിനിമ ഞാൻ കണ്ടതാണ്. പക്ഷെ അടുത്ത സിനിമ അടുത്തടുത്ത് കണ്ടതായതുകൊണ്ട് രണ്ടും ലാഗായിപ്പോയി. എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുമ്പോൾ അതിൽ നമ്മൾ മനസ്സുറപ്പിക്കുമെങ്കിലും പിന്നെ അടുത്ത ദിവസം പോണത് വേദിയിലേക്കാണ്, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വേദികളിലേക്കാണ് പോണത്. എങ്കിലും സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ ഒരു അയവ് വരുത്താൻ, പിടിമുറുക്കങ്ങളിൽ നിന്ന് അയവ് വരുത്താനുള്ളൊരു വലിയ ഉപാധിയാണ് സിനിമ. സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ പുറത്തിറക്കുന്നതിൽ വളരെയധികം വിഖ്യാതനായ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ രജത വർഷമാണ്. 25 വർഷക്കാലമായി ഈ രംഗത്ത് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ത്യാഗമാണ്. തീർച്ചയായും ചിലരൊക്കെ ഈ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഈ മഴക്കാലഘട്ടത്തിൽ തുലാവർഷത്തിൽ ഉണ്ടാകുന്ന മഷ്റൂംസ് പോലെയാണ്, കൂണുകൾ പോലെയാണ്. മുളയ്ക്കുന്നു, ഉയർന്നു വരുന്നു, കൊട പിടിച്ചു നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, വെയിൽ വരുന്നു, കൊഴിഞ്ഞു പോകുന്നു. ഇതാണ് പല സിനിമാ നിർമ്മാതാക്കളും എഴുത്തുകാരുമൊക്കെ അങ്ങനെ പോകുന്ന മഴക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കൂണുകൾ പോലെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും വർഷം ഈ രംഗത്ത് നിലനിൽക്കാൻ പറ്റുന്നതൊരു വലിയ പുണ്യമാണ്. എൻ്റെ നാട്ടിലും എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അവൻ ഈ ദേശത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ ദേശത്തെ ജീവിതചര്യകളെയും ഭാഷയെയും ആധാരമാക്കിക്കൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കി. ആ സിനിമയുടെ പേര് ജയ 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 ഹേ എന്നാണ്. അതിൻ്റെ എഴുത്തുകാരൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ചെറിയ പ്രായം മുതലേ ഞാൻ പഠിപ്പിച്ചു പോകുന്ന എൻ്റെ അയൽക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നാഷിദ് എം ഫാമി, അതായത് ഞങ്ങളുടെ പ്രിയമുള്ള കിച്ചുണ്ണിയാണ് അതിൻ്റെ എഴുത്തുകാരൻ. പിന്നെ ഒത്തിരി അതോടൊപ്പം എൻ്റെ നാട്ടിൽ തന്നെ ബാല്യകാല സഖി റീക്രിയേറ്റ് ചെയ്തപ്പോൾ മമ്മൂട്ടിയെ കൊണ്ട് അവതരിപ്പിച്ചത് എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ സഹോദരങ്ങളായ മുഹസിനിക്കയും സജീബ് ഹാഷിം എന്ന ബാബുക്കയുമാണ് അതിനെ പുനരവതരിപ്പിച്ചത്. മമ്മൂട്ടിയെ കൊണ്ട് ആണ് അവതരിപ്പിച്ചത്. അത് ആ അന്തർദേശീയ തലത്തിലേക്ക് ചെന്നെത്തപ്പെട്ട സിനിമയാണ് ബാല്യകാല സഖി. അങ്ങനെ അനസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവനും ഒത്തിരി സിനിമകളിലെ സംവിധായകനാണ്, എറണാകുളത്താണ്. അപ്പം അങ്ങനെ സിനിമാ രംഗവുമായി പ്രവർത്തിക്കുന്നവരുടെ ഒരു നല്ല സൗഹൃദ വലയം രൂപീകരിക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ അവരനുഭവിക്കുന്ന ആത്മനൊമ്പരങ്ങളെ പങ്കുവയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരു കലാകാരനാവുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്നതല്ല. പ്രത്യേകിച്ചും ഒരു ക്രിയേറ്ററായി മാറുക, നമ്മുടെ ഉള്ളിലുള്ളത് അവതരിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒരെണ്ണം ആവിഷ്കരിച്ച് അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ റിസ്ക് ആണ്. അങ്ങനെ ഒരു ക്രിയേറ്ററായി മാറാൻ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ മനോജ് പാലോടൻ അവർക്ക് കഴിയുന്നുവെങ്കിൽ അത് ഹൃദയത്തിൽ
പെരുമ്പടവൻ ശ്രീധരൻ ദസ്തയേവ്സ്കിയെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ അത് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതുകൊണ്ടാണ്. അങ്ങേ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ഷിനു സാറ് ആ തലത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപാട് കാലമായി നിഷ്കാമമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. മമ്മൂട്ടിയെ കൊണ്ടുവന്ന് വർക്കലയിൽ പ്രോഗ്രാം നടത്തിയ ആളാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കാണുന്നതല്ല, ഇപ്പം ചെറുപ്പമൊക്കെയാണ്. അതിനേക്കാളും എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയെ വർക്കലയിൽ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തിയ ആളാണ്. യാതൊരു ഉപാധിയും കൂടാതെ, തുക പറയാതെ, ജോർജ് ഡേറ്റ് കൂടെ ചെറുകണ് എന്ന് പറഞ്ഞ ആളാണ്. ആ തരത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഷിനു സാറ്. ഏതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ബിജു നാരായണനും ഉൾപ്പെടുന്ന ടീമുകൾ അദ്ദേഹം നടത്തുന്ന ആ മെഗാ ഷോയിലൊക്കെ പങ്കെടുത്ത് പറയുന്ന വാക്കുകളൊക്കെ ഞങ്ങളൊക്കെ ഹൃദയം കൊണ്ട് കേൾക്കുന്നവരാണ്. എല്ലാ ഡിസംബർ മാസവും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു വലിയ ഉത്സവമാണ് ഗുരുപ്രിയ ചാനൽ നടത്തുന്ന അവാർഡ് നൈറ്റ് മെഗാ ഷോ. വലിയ ഉത്സവമാണ്. തീർച്ചയായും ആ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് ശ്രീ മനോജ് പാലോടൻ അവർകൾ എത്തിച്ചേർന്നതിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് ഭഗവത് സന്നിധിയിലേക്കും എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങേക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത പുരാണ സംഗ്രഹം എന്ന അധ്യായം പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്യുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഭഗവാനെ സ്തുതിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. മുനിമാരേ, മഹാവിഷ്ണു തൻ ചരിതമിത് അത്ഭുതമായി സർവകൽമഷകരമായിട്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ ചൊല്ലിയിടിനെ. നരന്മാർക്കുചിതമായി പുരുഷോചിതമായിട്ടിരിക്കും ഇതിനെ ഇങ്ങനാല് ചൊല്ലപ്പെട്ടു. ഹരിയായി സാക്ഷാൽ സർവതാപനാശനായി ഋഷികേശനായി സത്വപതിയായിരിക്കുന്ന പരമാത്മാവാം നാരായണൻ താൻ ഇവിടത്തിൽ പുരുഷനായി ബ്രഹ്മ പരമജഗത്തായി ജ്ഞാനമായി അവ്യയമായിരിക്കും നാരായണൻ തന്നോട് ഉപാഖ്യാനം വിജ്ഞാന സംയുതമായി ചിന്മയമായിരിക്കും ഇതിനെ പ്രോക്തമായി. ഭക്തിയോഗവും വൈരാഗ്യത്തെയും നാരദന്റെ ആഖ്യാനത്തെയും വിപ്രശാപ കാരണമായ മന്നനാം പരീക്ഷിത്തു തന്റെയും സുഖമുനി തന്നുടെ വൃത്താന്തവും തമ്മിലെ സംവാദവും ശ്രീ പരീക്ഷിത്തു തന്റെ യോഗധാരണങ്ങളും താപസൻ നാരദന്റെ ചരിത്രം ധാതാവിന്റെ ചരിതം അവർ തമ്മിൽ സംവാദ വൃത്താന്തവും ഹരിതൻ അവതാരം സർഗവും സർഗത്തിന്റെ പ്രാധാന്യം അതും വിദുര ഉദ്ധവ സംവാദവും ക്ഷത്താവും മൈത്രേയനും തമ്മിലെ സംവാദവും അതിങ്കൽ ചൊന്ന മഹാപുരുഷ സംസ്ഥിതമായിരിക്കും പുരാണവും ബ്രഹ്മാണ്ഡ സംഭൂതിയും. ഓം നമോ ഭഗവതേ വാസുദേവായ. വൈരാജപൗരുഷന്റെ സംഭവം, കാലഗതി, സ്ഥൂല സൂക്ഷ്മങ്ങൾ, പത്മത്തിൽ സമുദ്ഭവം, പിന്നെ പാലനപരൻ ഹിരണ്യാക്ഷനെ വധിച്ചതും തിരിക്കിൻ സർഗം, അതും അവണ്ണം പശുപതി തന്നെയാം അർദ്ധനാരീശ്വരന്റെ ചരിതവും മനുവാം സ്വയംഭവൻ തൽപഗ്നി ശതരൂപ ഇവർ തൻ ചരിത്രവും കർദ്ധമ വൃത്താന്തവും അതിങ്കൽ ഭഗവാന്റെ അവതാരമാം മഹാമതിയാം കപിലന്റെ ചരിതം ദേവഭൂതിദാനമായി കപില സംവാദവും നവബ്രഹ്മ സമുൽപത്തിയും ദക്ഷയജ്ഞത്തിൻ വിനാശവും ധ്രുവന്റെ പൃഥുവിന്റെ ചരിതം ബർഗസിന്റെ സംവാദ പ്രേമൃത ചരിതക്രമങ്ങളും ഈ വണ്ണമെന്ന സംവാദങ്ങളും അഭിവൃത്തം ഋഷഭചരിതവും ഭരതചരിതവും. ഓം നമോ ഭഗവതേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദീപവർഷങ്ങൾ, സമുദ്രങ്ങളും നദികളും ജ്യോതിചക്രങ്ങൾ, സംസ്ഥാനങ്ങളും പാതാളവും
നരകവിസ്താരം പ്രാചീനസിന്റെ ദക്ഷപുത്രന്മാരുടെ അവർ പുത്രികൾ സന്തതി ദേവമാനുഷ്യത്തിന്റെക്കാദികൾ വേദം ദുഷ്ടാവാദികളുടെ ജന്മം വൃത്രന്റെ നിധനവും ദിദിതൻ പുത്രന്മാരാം ദൈത്യർ തൻ വൃത്താന്തവും അസുരാതീതൻ പ്രഹ്ലാദൻ തന്റെ ചരിത്രവും ദൈത്യേന്ദ്രൻ മഹാബലി ചരിതം മല്ലന്തരം മന്ദരാചരിതവും വാരണേന്ദ്രന്റെ മോക്ഷം മല്ലമന്ദരത്തിൽ അവതാരങ്ങൾ പൂർണ്ണ മത്സ്യ വാമന നരസിംഹാദി അവതാരങ്ങൾ വിഷ്ണു തന്നെ എന്നതും പാൽക്കടൽ മഥനവും ദൈത്യദേവന്മാർ യുദ്ധം രാജവംശാനുവൃത്തം വിക്ഷാകതന്റെ ജന്മം തത്വം ശിവസ്താരവും ഇളവ്യാനം താരോപാഖ്യാനം സൂര്യവംശാനുവൃത്തം സോമനാദികൾ തന്റെ കഥ ശന്യാദി കാവ്യസ്ഥന്റെ മാധാത സകലന്റെ ബുദ്ധിമാൻ ഖഡ്വാങ്ങന്റെ സൗഭര്യമുനിയുടെ തത്ര ശ്രീരാമവൃത്താന്തം നിമിത ദേഹത്യാഗം ജനകന്മാരുടെ സംഭവം പിന്നെ ശേഷം പരശുരാമജന്മം ക്ഷത്രിയ വിനാശം സോമവംശത്തിൻ ജനം ഐലൻഡ് ചരിതവും ഓം നമോ ഭഗവതേ വാസുദേവായ. നകുഷൻ തന്റെ വൃത്തം ദൗഷ്യന്തൻ ഭരതന്റെ ശന്തനുവിന്റെ അവൻ തന്നുടെ പുത്രവൃത്തം മന്നവൻ യാതിതൻ ചരിതം യദുവിന്റെ സന്തതി ജാതങ്ങൾ തൻ ചരിതം ഇവയെല്ലാം അവിടെ ജഗദീശനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി വസുദേവന്റെ വംശേ ജനിച്ചു ഗോകുലത്തിൽ വളർന്ന കഥകളും പൂതനാമോക്ഷം ഭയപ്പാലവും സംഘടന ഹനിച്ച വൃത്താന്തവും പിന്നെയും തൃണാവർത്തൻ എന്നവൻ തന്റെ വധം ശിശുവിൻ വൃത്താന്തവും ഭഗന്റെ വധം അഖാസുരന്റെ വത്സന്റെയും ധേനുകൻ അഭങ്കന്റെ പ്രാതാക്രവധങ്ങളും പ്രലംബവധം ഗോപന്മാരുടെ ചരിതവും അഗ്നിപാനവും കാളിയൻ തന്റെ മതകരം നന്ദമോചനം ഗോപകന്യമാർ വ്രതചര്യ നിജപത്നിമാർ വന്ന വൃത്താന്തം അവരോട് അജൻ അച്യുതൻ പ്രസാദിച്ച ഒരു ചരിതവും ദേവേന്ദ്ര യാഗവിഘ്നം ഗോവർദ്ധനോദ്ധാരണം ഗോപികമാരുമായി രാസക്രീഡയും പിന്നെ ശംഖചൂടന്റെ വധം അരിഷ്ടവധം പിന്നെ വമ്പനാം കംസൻ തന്റെ മന്ത്രവും കേശിവധം നാരദസ്തുതി വ്യോമവധവും അക്രൂരന്റെ സാരചിന്തനം മധുരാപുരിമുക്ക് പിന്നെ രാമകൃഷ്ണാദികളോടുള്ള സംഭാഷണവും സാമോദമക്രൂരന്റെ സ്തുതിയും യാത്രകളും മധുര പ്രവേശനം രജകവധാദിയും അതുനാ അനുഭംഗം കംസന്റെ സ്വപ്നവൃത്തം വാരണവീരവധം മല്ല നിഗ്രഹങ്ങളും ക്രൂരനാം കംസവധം താതമാതാക്കൾ മോക്ഷം ഗോപന്മാരുടെ യാത്ര രാമകൃഷ്ണന്മാർ തന്റെ കേവല വിദ്യാഭ്യാസം ഗുരുദക്ഷിണ പിന്നെ ഗോകുലെ ഉദ്ധവന്റെ യാത്രയും സംവാദവും ഗോകുലജന സന്താപങ്ങൾ ശാന്തിയും പിന്നെ സൈതന്ത്രിക്ക് അനുഗ്രഹം അക്രൂര അനുഗ്രഹവും സാരനാം അക്രൂരൻ ധനഹസ്തനം ബുക്കവാറും വീരനാം ജരാസുതൻ താനുമായി യുദ്ധങ്ങളും പാരാതെ ദ്വാരകയെ നിർമ്മിച്ച വൃത്താന്തവും യവനവധം മുജുകുന്ദൻ തൻ അനുഗ്രഹം യുവതീമണിയാം രുക്മിണിയെ വേട്ടവാറും ഘോരനാം ജരാസന്ധാദികളെ ജയിച്ചതും പുരുഷരത്നം പ്രദ്യുമ്നോൽപത്തി ശമ്പരന്റെ വധവും സമന്തകപ്രാപ്തിയും ജാമ്പവത്യ മധുര വിവാഹവും ഭാമയുവാകും ചതതന്വാവിൻ വധം മിഥില രാജ്യം തന്നിൽ മതിമാൻ ബലഭദ്രൻ വസിച്ച ചരിതവും അക്രൂരൻ കൃതവർമാതനുടെ ദേശയാത്ര ശക്രനന്ദനാകും അർജുന സാരഥ്യവും ഓം നമോ ഭഗവതേ വാസുദേവായ. കാലന്തി മിത്രബന്ധാദികളെ വിവാഹവും ചീളെന്ന ഒരു നരകന്മാരെ വധിച്ചതും പാരിജാതകരണം 16,000 നാരികളുടെ പാണിഗ്രഹണം ചെയ്തവ രുക്മിണി പരീക്ഷയും പ്രദ്യുപ്ന വിവാഹവും വിസ്മയം അനിരുദ്ധ വൈവാഹിക രുഗ്വധം ബാണയുദ്ധവും നൃഗമോക്ഷവും ബലഭദ്രൻ താനെ പോയ വൃന്ദാവനം പ്രാപിച്ച വൃത്താന്തവും യമൂരാശ്രവും മാധവൻ പൗണ്ഡ്രകനെ സമരെ കാശിന്ദ്രബന്ധനോടെ വധിച്ചതും വീരനാ സുരക്ഷണം തന്നുടെ അഭിചാരം പാരാതെ വാരാണസി ചക്രത്തൽ ദഹിച്ചതും രാമനും വിവിധനെ വധിച്ച വൃത്താന്തവും സാമ്പന്റെ വിവാഹത്തിൽ ഹസനവും
നാരദൻ ഭഗവാന്റെ മായി ദർശിച്ചതും നരവീരന്മാർ ദൂതവാക്യവും ശ്രീനാരദൻ വന്നതും മന്ത്രങ്ങളും രാജസൂയാതിക്രമം എന്നതിനാൽ ജരാസന്ധനെ കൊല്ലിച്ചതും രാജസൂയവും അഗ്നിപൂജയും ശിശുപാലരാജനിഗ്രഹം അപഭൃത മംഗല സ്നാനം ദുര്യോധന ഭ്രാന്തി സ്വലനെ വധിച്ചും. ഓം നമോ ഭഗവതി വാസുദേവായ. ശൂരനാം ദണ്ഡവക്രവധവും വിഡൂരതവധവും മുസ്ലിയാൽ വൽക്കലവധമതും അതുന ഭീമ ദുര്യോധനന്മാർ രണത്തിന്റെ വിഘ്നത്തെ ചെയ്യുവാൻ ആരംഭിച്ചത് സാധ്യമല്ലെന്ന് എത്രയും വേഗം ദ്വാരകപുക്കമാറും കുചേലാനുഗ്രഹം സൂര്യോപരാഗത്തിന് വിശദസ്ഥിത പഞ്ചതീർത്ഥത്തിന് ചരിത്രവും പിന്നെ ദ്വാരക തന്നിൽ ചെന്നതും വസുദേവർത്തനുടെ കൃഷ്ണസ്തുതി ഷൽഗർഭയനവും മാധവൻ ഭാര്യമാരുമായുള്ള കളികളും മധുവാണികൾ തന്റെ പ്രണയവാക്യങ്ങളും യാദവകുലത്തിന്റെ വിസ്താരം മഹത്വവും ഏവമെല്ലാം നീ സംശയിച്ചത് ദശമത്തിൽ ചൊല്ലുവാൻ ഏകാദശ സ്കന്ധത്താൽ മോക്ഷം ചൊല്ലിയതിന് മുമ്പ് വൈരാഗ്യ ഹേതുവായി യാദവകുലത്തിന്റെ നാശകതകൾ പിന്നെ ആദരവോട് വസുദേവ നരതമക്യം ആദ്യങ്ങൾ നവചോദ്യം നവയോഗികൾ വൃത്തം അതിനുത്തരം നവയോഗികൾ ചെന്നുമാറും പിന്നീട് ബ്രഹ്മാവാദി ദേവകൾ സ്തുതിച്ചതും നന്ദനന്ദനൻ കൃഷ്ണൻ അവരോട് ഉരച്ചതും പിന്നീട് ഭഗവാൻ ഉദ്ധവൃതനുമായി ഒന്നൊന്നേ ചോദ്യോത്തരം അപരമുദ്ധവനും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പിന്നേത് ഭഗവൻ പിന്നേത് ബ്രഹ്മവാദി ദേവകൾ സ്തുതിച്ചതും നന്ദനന്ദനൻ കൃഷ്ണവരോട് ഉരച്ചതും പിന്നേത് ഭഗവാനും ഉദ്ധവർദാനുമായി ഒന്നൊന്നേ ചോദ്യോത്തരം പരമുദ്ധവനും ഭഗവൽ പദം ഗോപി ഭഗവതാജ്ഞയാലെ ഭഗവൻ ഭക്തിയ ബദരിയാശ്രമം ബുക്കു പിന്നെ സ്വസ്ഥനായി തപം ചെയ്ത മുക്തിയെ ലഭിച്ചതും സ്വസ്ഥനല്ലാതെ വന്ന് മാധവൻ ദുർലക്ഷണേ രാമനും യദുക്കളും ദുർനിമിത്തങ്ങൾ പോക്കാൻ കാമതൻ കൃഷ്ണൻ ദാനുമായിട്ട് പ്രഭാസമാം തീർത്ഥത്തെ പ്രാപിച്ചതും ബ്രാഹ്മണ ശാപത്തിനാൽ തീർത്ഥഭൂതനെ തമ്മിൽ കലകം പ്രാപിച്ചതും യാദവന്മാരാം അവർ മരിച്ചുപോയ ശേഷം രാമനും ദേഹത്യാഗം ചെയ്തതും ജഗൽപതി മാധവൻ സമാധിസ്ഥനായിരുന്നതും പിന്നെ വേദാവാദികൾ വന്ന് വാഴ്ത്തിയ വൃത്താന്തവും ദാരുകനോട് ദ്വാരാപുരിയിൽ വൃത്താന്തങ്ങൾ നേരെ പോയി അറിയിപ്പാൻ അയച്ച വൃത്താന്തവും കേവലം സ്വയം പ്രകാശത്തിങ്കൾ ചേർന്നവാറും ദേവാരിജനം ദത്തസ്ഥാനം മോദേന പുക്കാർ ദ്വാരകാവാസിജനം വേഗേന പുറപ്പെട്ടു പോരതിൽ മരിച്ചവർ നമ്മയൊക്കെ കണ്ടു നാരികൾ ഭർത്താക്കളെ സ്മരിച്ചു വന്നിതന്നിൽ പാരാതെ ചാടിക്കൂടി സ്വർഗത്തെ പൊക്കവാറും ദ്വാരക സമുദ്രത്തിൽ മഗ്നമായി കണ്ട് പാരാതെ പങ്കുരുത്താൻ വന്നു ഒരുമിച്ചു. ശേഷിച്ച ജനത്തോട് മധുരയ്ക്കധിപനായി വാഴിച്ചു വജ്രം തന്നെ ഹസ്തിനം ബുക്കു പിന്നെ ധർമ്മജനോട് കഥ എപ്പോഴും അറിയിച്ചു. നിർമ്മലന്മാരാം അവർ ശ്രീ പരീക്ഷത്തിനായി രാജ്യവും സമർപ്പിച്ചു. പത്നി പാഞ്ചാലിയുമായി ത്യാജ്യവും ചെയ്തു. സർവം ഉത്തര ദിശ പോയി സ്വർഗത്തെ പ്രാപിച്ചിതങ്ങ് എന്നെല്ലാം ഏകാദശ ഭാർഗവ കുല മുനി പുങ്കവാധരിച്ചാലും ദ്വാദശ സ്കന്ധം കൊണ്ടിട്ട് ആശ്രയം ചൊല്ലിയിടുന്ന വേദ സിദ്ധാന്തമെല്ലാം മുക്തിയെ വരുത്തുവാനെന്നതും മോക്ഷ ധർമ്മ വ്യാപാരം ചെയ്തു പോന്ന മന്നവന്മാർ തമ്മുടെ മഹത്വം സാധിപ്പാനായി ചൊല്ലിയേ കലിയുഗ രാജാക്കന്മാരെ എല്ലാം വല്ലായ്മയാകും കലിധർമ്മവും ചൊല്ലി പിന്നെ യുഗത്തിൽ കണക്കുകൾ പ്രളയക്രമങ്ങളും ഭഗവത് ഭക്തൻ നിർബന്ധനിക്കൂ. സുഗമനി നന്നായിട്ട് ഉപദേശ സ്ഥാനവും അരുൾ ചെയ്ത് അന്തിച്ചു പോയി നിർബന്ധ അക്ഷ ചെയ്തുകൊണ്ട് മുക്തനായി വന്നിതു എന്നും പിന്നെയും വേദക്രമ വ്യക്തികൾ ശിഷ്യക്രമം ഉത്തമ പുരാണങ്ങൾ തമ്മുടെ ക്രമങ്ങളും മാർക്കണ്ഡേയന്റെ വൃത്തം തൻ മഹിമാനം ഭഗവാനോട് സ്ഥൂലവൃത്തമാദിത്യന്മാർ തൻ വ്യൂഹമേവമെല്ലാമേ ഇപ്പോൾ വേദിപ്പാൻ സംക്ഷേപമാം ചരിതം ചൊല്ലി. ഓം നമോ ഭഗവതേ വാസുദേവായ.
വിവിധ തരത്തിലുള്ള പുരാണങ്ങളെ കുറിച്ചാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. വന്ദിച്ചിടുന്നേൻ പ്രതിപാദ്യ ദേവതകളെ എന്നൊരു ചെയ്ത സൂതൻ പിന്നെയും പുരാണങ്ങൾ ഗ്രന്ഥസംഖ്യകൾ ചൊല്ലുവാൻ സംഖ്യയില്ലെന്നാകിലും മന്ദത്വം തീർന്ന് ബുദ്ധി തെളിവാൻ മഹാമോനെ ബ്രഹ്മമാൻ പുരാണത്തിൽ 10,000 ഗ്രന്ഥസംഖ്യയെ ചേർത്ത് ചൊല്ലിനേൻ അറിഞ്ഞാലും 55,000 ശ്രീ വൈഷ്ണവം കൽപ്പിതം 23 അതിസഹസ്രവും 24,000 അത്ര ശൈവം പിന്നെ 81,000 100 സ്കാന്തം ഗ്രന്ഥമുണ്ട് 11,000 ഭാഗവതം സ്കന്ധവും 12 ചൊല്ലിനാൻ വേദവ്യാസം 25,000 ആകുന്നു നാരദീയം ധരിക്കും മാർക്കണ്ഡേയം 9,000 വാരാഗമതിൽ 24,000 കരുതുവാമനവും 10,000 പിന്നെ 17,000 കർമ്മ എന്നറിയണം 14,000 ആകുന്നു മാത്സ്യഗ്രന്ഥം ഗാരുഡം 19,000 പിന്നെ കേൾക്ക നേരോട് ബ്രഹ്മാണ്ടവും 12,000 ലൈംഗവും 11 സഹസ്രം അറിയണം ആഗ്നേയം 15 സഹസ്രം ചതുശതം ഭവിഷ്യം 14,500 ശ്രവിക്കാൻ ബ്രഹ്മവൈവർത്തം 11,000 ഇത്തരം 4 ലക്ഷമാകുന്നത് എല്ലാം കൂടി ഉത്തമ പുരാണങ്ങൾ 18 ഗ്രന്ഥം പങ്കജോത്ഭവതനിക്കായി കൊണ്ട് നാരായണൻ സങ്കടം തീർന്നു മോക്ഷം വരുവാൻ ഭാഗവതം ഉപദേശിച്ചാണെന്നതറിഞ്ഞ് കൊள்കയെന്നും ഏവമെല്ലാം ഏറ്റുന്നേ ദ്വാദശേ മുനിമാരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം പ്രഥമത്തിൽ 19 പോൽ 19 ദ്വിതീയത്തിൽ 33 ചതുർത്ഥത്തിൽ ഒരു 30 അതിവിസ്താരം 26 പഞ്ചമത്തിൽ 19 ഷഷ്ടത്തിങ്കൽ സപ്തമം തന്നിൽ 15 അധ്യായം 24 അഷ്ടമസ്കന്ധം തന്നെ 24 നാമസ്കന്ധം തന്നിൽ ദശമം 90 പക്ഷം ഉണ്ടൊരു പക്ഷം വിശദം ഏകാദശം 31 ദ്വാദശം 13 അറിയണമല്ലോ വേദിക്കാം 335 എല്ലാം കൂടി അധ്യായം ഉണ്ടെന്നത് പറയും ഒരു പക്ഷം അധ്യായം 341 ചിലർ അധ്യായം ക്രമം കൊണ്ടിട്ട് എന്തിനു വിസ്തരിപ്പോ സിദ്ധമായി വന്നിടേണം ഭക്തി മുക്തി നിശ്ചയിച്ചിരിക്കുന്ന ഭാഗവതമതിൽ നിശ്ചയിക്കണം അതിന് ഫലത്തെ സാരിനാൽ ഏവമെല്ലാം ചൊല്ലും ശ്രീ മഹാഭാഗവതം കേവലം മുക്തി സിദ്ധിച്ചിടുവാൻ എന്നർത്ഥം മോക്ഷത്തിനേറ്റവും പ്രധാനമതാം ഭാഗവതം സാക്ഷാൽ ഇവണ്ണം ദ്വാദശത്തിൽ താൻ ചൊല്ലപ്പെട്ടു ഏവമെല്ലാമേ പ്രഥമാദിദാശന്തങ്ങൾ സേവിപ്പാൻ 10 ലക്ഷണത്തോട് ചൊല്ലുന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത ശ്രവണഫലം എന്ന അധ്യായമാണ്. ഭാഗവതം എന്ന ഗ്രന്ഥത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള ചേർച്ചയാണ് ഭക്തി. ഇത് ചൊല്ലുന്ന ആൾക്കാരുടെ ഉള്ളിലും കേൾക്കുന്ന ആൾക്കാരുടെയും ഉള്ളിൽ ആ ഈശ്വരനോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും. ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇതിലെ സകല കഥകളും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ വളരെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടി കേൾക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കണം. ഒന്ന് രണ്ടില്ല മായയാലൊന്ന് രണ്ടായി തോന്നിച്ചു, രണ്ടായി കണ്ടതൊന്നെന്നും തോന്നിച്ചു, ഏകം തോന്നിയിടുന്നത് രണ്ടായി ഭ്രമിച്ചു, പൂർവസ്മൃതി തന്നാലായതുകൊണ്ടിപ്പൊന്ന് രണ്ടെല്ലാം ഭ്രമം ബ്രഹ്മചിന്തനം മായാചിന്തനം രണ്ടും മായ ബ്രഹ്മം ലക്ഷണശൂന്യം അചിന്യ നിർവികാരം
എന്നിരിക്കയാൽ ദ്വൈതാദ്വൈത ചിന്തനമെന്നെ എന്നിരിക്കുന്നതിലെ ബന്ധമോക്ഷങ്ങൾ അറ്റതെന്നതും സംസാരാദി ഭ്രമങ്ങളറ്റപദം ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിന് ഭാഗവതം ഭക്തിയും മുഖ്യം മുനെ. ഈ കഥ കേൾക്കുന്നവർക്കും കേൾപ്പിക്കും ജനത്തിനും മുക്തിയും വരും മറ്റു വേണ്ടതൊക്കെയും സിദ്ധം. ആകയാൽ ഭാഗവതം ചിന്തിച്ചു മനസ്സിങ്കൽ ഏകദേശമായി തന്നെ തോന്നിയിടും. ജനങ്ങൾക്ക് വന്നിടും ഫലം ഇന്ന വണ്ണം ഇന്ന വണ്ണം എന്നത് വേറെ എന്ന് ഞാൻ പറയുന്നത് എന്തിന് മുനിമാരേ. മണ്ണെടുത്തെങ്കിൽ ജന്മം ചെയ്തതിന് ഫലമെല്ലാം വന്നു സംഭവിക്കുമെന്നുള്ളത് പറയേണ്ടു. ആകയാൽ ഭക്തന്മാരായുള്ളവർ ശീലിക്കുന്ന ലോകനായകൻ കഥാസല്ലാസിക്കണ ഏവമെല്ലാമേ ചൊല്ലി മാമുനിമാർക്ക് സൂതൻ കേവലം ഗുരുപാദം വാഴ്ത്തി വന്ദിച്ചുകൊണ്ട് മാമുനിമാരുമായി മോദമോടിരുന്നത് മാമുനിമാരാൽ അനുഗ്രഹീതനായ സൂതൻ. ഓം നമോ ഭഗവതേ നാരായണായ. ഈ ചൊന്ന കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങൾ ഒക്കെയും ക്ഷമിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് അനുഗ്രഹം ഭക്തി വ്യക്തികളിൽ ചെയ്തിരണം. കരുണാത്മാക്കളായ മഹത്താം ജനത്തിനും കരുണാത്മകനായ ഗുരുവരനായ കരുണാരാശിയാകിയ ഭഗവാനും ധരണീശ്വരന്മാർക്കും സർവർക്കും വണങ്ങുന്നേ. സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദയത്തിൽ വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായിരിക്കും നിർവാണ പദത്തിനായിക്കൊണ്ടിതാ വണങ്ങുന്നേ. ഭഗവാൻ തന്റെ പുത്രനാകിയ ബ്രഹ്മാവിനായി ഭാഗവതോപദേശിച്ച ഹേതുക്കളും ദേവതാസ്തുതികളുമൊക്കെയും മുമ്പേ തന്നെ കേവലം ചൊല്ലി പിന്നെ ചൊല്ലിനതിന് ശേഷമെല്ലാം മേലെ ഇടമുള്ള കഥ ചിന്തിച്ചാൽ വർണ്യമാ കാലവൈഭവമായ എന്നോർത്ത് വാഴ്ക സുഖം. ഏവമെല്ലാമേ ചൊല്ലി വണങ്ങി കിളിമകൾ കൈവല്യാനന്ദത്തോടെ വസിച്ചിടക്കാലമേ. ഏവമെല്ലാമേ ചൊല്ലി വണങ്ങി കിളിമകൾ കൈവല്യാനന്ദത്തോടെ വസിച്ചിടക്കാലമേ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണോത്തമേ ശ്രീ സൂതസംവാദേ ദ്വാദശം സമാപ്തം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഓം തത്. നാലാം പാദ കീർത്തനത്തോടുകൂടി ഭാഗവത പാരായണം പൂർണ്ണമാക്കപ്പെടുകയാണ്. ഈ ഭഗവത് കഥകൾ കേട്ട എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
മാനോട് കൊല്ലുവതിനായി നാട്ടിൽ നല്ലതിക നാരായണായണ ഇഷ്ടം
देवी महेश्वरी पार्वती शंकरी देवी महेश्वरी पार्वती शंकरी शरण तव चरण शरण में तव चरण शंभो शंकर सांब सदा शिव शंभो शंकर सांब सदा शिव शरण में तव चरण शरण में तव चरण शरणं मे तव चरणयोः शरणं मे तव चरणयोः नारायण 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 शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति 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 എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീമദ് ഭാഗവത പാരായണം പൂർണ്ണമാക്കപ്പെടുകയാണ്. പാരായണം ചെയ്ത പ്രിയമുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് ദക്ഷിണാദികളൊക്കെ സമർപ്പിച്ച അനുഗ്രഹം നേടാനുണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് വരാവുന്നതാണ്. അങ്ങനൊരു മഹനീയമായ ചടങ്ങാണുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള ഭക്തജനങ്ങൾക്ക് വരിയായി വന്ന് പാരായണം ചെയ്തവർക്ക് ദക്ഷിണാദികൾ സമർപ്പിച്ച അനുഗ്രഹം വാങ്ങാം. രണ്ടാമത് മഹാസുദർശന ഹോമം നടത്തിയവർക്ക് അതിൻ്റെ പ്രസാദം വാങ്ങാം.